മാസത്തിൽ ചിലപ്പോൾ 2 മൊബൈലൊക്കെ മാറ്റും. സൗരഭ്യനൂറിനെ കാണുവാൻ ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കി തന്നാണ്. 12 വർഷത്തോളമായി ഞാൻ ഈ ലാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു Q&A ഇട്ടിരുന്നു, അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ വന്നൊരു ചോദ്യം, ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ്, യൂട്യൂബിൽ അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്ന് കാണിച്ചു തരുമോ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നായിരുന്നു അതിലൊരു ചോദ്യം. അപ്പോൾ എന്തായാലും എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാനിന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി ഈ വീഡിയോയുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യമുള്ളൊരു സാധനമാണ് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് കാനോൺ G7X Mark II എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. കാനോണ് വ്ളോഗ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വിപണിയിലേക്ക് ഇറക്കിയ ഒരു സാധനമാണ് ഈ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ വിലയായിരിക്കും, ഇനിയിപ്പോൾ ഇതിനെന്താണ് വില എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം. ഞാൻ ഇത് വാങ്ങുന്നത് 2019 19 ഇത് വാങ്ങുമ്പോൾ പുതിയത് വാങ്ങിയതാണ്. അന്ന് ഇതിൻ്റെ വില 38,000 രൂപയാണ്. ഇപ്പോൾ ഏകദേശം ആ ഒരു വില തന്നെ ആയിരിക്കും, കാരണം ഇത് അത്യാവശ്യം മാർക്കറ്റും അതുപോലെ കംപ്ലൈൻറ്റുകൾ കൂടുതലില്ലാത്തൊരു സാധനമാണ്. ഇതിൽ നമുക്ക് ഫുൾ HD ഷൂട്ട് ചെയ്യാം, പിന്നെ എക്സ്റ്റേണൽ മൈക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും വ്ളോഗ് ഇപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ശബ്ദമൊക്കെ ഇതിൽ റെക്കോർഡാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ എന്തിലാണ് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഈ കാര്യങ്ങളെ മറ്റൊരു ചോദ്യം. അതിൻ്റെ സാംസങ് A50s എന്ന് പറയുന്ന ഒരു മൊബൈലുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. രണ്ടാമതായി ഇനി ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഡെല്ലിൻ്റെ i7 ആണ്. ഇതിൽ 8 GB റോമും 256 GB SSDയും ഉള്ള ഒരു ലാപ്ടോപ്പാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മൈക്കാണ്. ഈ ലാപ്പ് ഇത് 4th ജനറേഷനാണ്. അത് കുറച്ച് പഴക്കമുള്ള ലാപ്പാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ജനറേഷനുകൾ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ സ്മൂത്തായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഫോട്ടോഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു ലാപ്ടോപ്പാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന മൈക്ക്, ഈ മൈക്കിലാണ് റെക്കോർഡ് ചെയ്ത സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലാപ്പിൽ നമ്മൾ ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ ആ ഒരു ട്രാക്കാണ് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ വലിയ സ്റ്റുഡിയോകളിലൊക്കെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ വില എന്ന് പറഞ്ഞത് 6,800 രൂപക്ക് ആമസോണിൽ നിന്നും ലഭിക്കും. ഈ മൈക്ക് AKG P120 എന്നാണ് ഈ മൈക്കയുടെ ഒരു സീരിയൽ നമ്പർ. അപ്പോൾ ഇത് സ്റ്റുഡിയോകളിലൊക്കെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മ്യൂസിക് ഇല്ലാത്ത പാട്ടിൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ പാടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് മ്യൂസിക് ഒന്നും ഇല്ലാതെ വളരെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പാട്ടുകൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു ചാനലാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്നൊരു ഓഡിയോ ഇൻ്റർഫേസ് ആണ് കേട്ടോ ഈ ഫോക്കസ് റൈറ്റ് ചെയ്യുന്ന ഈ ചുവപ്പ് കളറിലുള്ള ഒരു സാധനം. ഇതിന് ഏകദേശം 13,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷം ആവാറായി. 13,000 രൂപയാണ് ഇതിൻ്റെ വില. സൗണ്ട് കാർഡ് ഓഡിയോ ഇൻ്റർഫേസ് എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ ശബ്ദത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഈ ക്യാമറമ്മേ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറമ്മേ മൈക്ക് കുത്താൻ സൗകര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതോടുകൂടെ മൊബൈലിൽ എന്ത് ചെയ്യും, ഈ ഒരു ബോയാറിൻ്റെ മൈക്ക് ഇപ്പോൾ യൂട്യൂബൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾക്ക് സുപരിചിതമായൊരു മൈക്കായിരിക്കും. ഈ മൈക്ക് വെച്ച് നമ്മൾ സെയിം ടൈം മൊബൈലിൽ റെക്കോർഡ് ചെയ്യും. മൈക്ക് ഇവിടെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മൊബൈലിൽ സൗണ്ട് റെക്കോർഡർ ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് ഈ ശബ്ദവും ഇതിൻ്റെ മുമ്പത്തെ ഒരു നോളജ് സിറ്റിയുടെ വീഡിയോ ഒരു പക്ഷങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിലൊക്കെ ആ ഒരു മെത്തഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന മൊബൈലിൽ ആ ഒരു ശബ്ദവും ഈ വീഡിയോയും തമ്മിൽ മിക്സ് ചെയ്യും. അതായത് ലിപ്പ് കറക്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അത് സൗണ്ട് ക്ലാരിറ്റി നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ വളരെ വ്യക്തമായി തിരിയുന്നത് പോലെ തിരിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മൈക്ക്. അപ്പോൾ ഇത് 2 ഉണ്ട്. ഈ മൈക്ക് ബോയിൻ്റെ മൈക്ക് 2 ഉണ്ട്. നമ്മൾ ചിലപ്പോൾ 2 ആളിരുന്ന് സംഭാഷണം നടത്തേണ്ട വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ പൈസ കൊടുത്തിട്ട് വെറുതെ ഒരു യൂട്യൂബ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുറേ മൈക്കും കുറേ വില കൂടിയിട്ടുള്ള സാധനമൊന്നും വാങ്ങണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഞാനൊക്കെ ഉപയോഗിക്കുന്നതിന് ആകെ 700 രൂപയുള്ളൂ.
ഈ ഒരു ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. വെറുതെ കുറേ സാധനം വാങ്ങിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതോ നിങ്ങൾ ചോദിക്കും, ഇത് ഞാൻ 10 കൊല്ലമായിട്ട് റെക്കോർഡിങ്, വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യലുണ്ട്, അത് പരസ്യങ്ങളൊക്കെ കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടോ നമ്പർ താഴെ ഉണ്ട്, മെസ്സേജ് അയച്ചാൽ നമ്മൾ പിന്നെ ഡെമോ വോയിസുകളൊക്കെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, പരസ്യങ്ങൾ. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പരസ്യം നടത്തിയാണ്. പിന്നെ നമ്മൾ ക്യാമറ കയ്യിൽ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണ ഒരു സാധനമാണ്. ഇപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുമ്മ ക്യാമറ കണക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ ക്യാമറ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ളൊരു സാധനമാണ്. ഹാൻഡി ട്രൈപ്പോഡ്, മാൻഫ്രോട്ടോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബ്രാൻഡ് സാധനമുണ്ട്. ഇതിന് 1800-900 രൂപ വില ഉണ്ട് ഈ ഒരു സാധനത്തിന്. ഇതിങ്ങനെ നമുക്ക് ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് വെക്കും ചെയ്യാം, ഇങ്ങനെ കയ്യിൽ പിടിച്ച് സംസാരിക്കുകയും ചെയ്യാം. അതുപോലെ ഇത് ഇനിയിപ്പോൾ ഇതുമ്മ മൊബൈൽ വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇതുമ്മ നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമ്മ മൊബൈൽ വെക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മൗണ്ട് ഉണ്ട്, അത് നമുക്ക് ഇതുമ്മ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ക്യാമറ ഇതുമ്മ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മൊബൈലിൽ നമുക്ക് വ്ളോഗ് ചെയ്യാം. അപ്പോൾ അതിനുള്ളതാണ് ഈ സാധനം. ഇതൊക്കെ ഓൺലൈനിൽ ഇതിന് 250 റുപ്യ 150 റുപ്യ അത്ര റേറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രൈപ്പോഡ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇരുന്ന് സംസാരിക്കണേ, പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാനും ഇതിനോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണേ ഒരു ട്രൈപ്പോഡ് ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ട് 2.5 കൊല്ലമായി. ഈ ട്രൈപ്പോഡിന് ഏകദേശം 1400 റുപ്യാണ് അന്നുണ്ടായത്. 2.5 കൊല്ലമായി. ഒരുപാട് കാലത്തിന് ശേഷം വാങ്ങിയതാണ് കേട്ടോ, യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് അതിന് ശേഷം വാങ്ങിയതാണ്. ഇതിപ്പോഴും വളരെ നല്ല സെറ്റപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഈ ഒരു ലാപ്പിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. 12 വർഷത്തോളമായി ഞാൻ ഈ ലാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 12 വർഷം ഈ ലാപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും യാതൊരു കേടും ഇല്ലാതെ. ഇപ്പം എൻ്റെ അനിയനാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ ലാപ്പ് വാങ്ങിയപ്പോൾ എൻ്റെ അനിയനെ കൊടുത്തതാണ്. ഇതിൻ്റെ ഈ മൂലക്ക് ചെറിയ പൊട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാം ഒരു പൊട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് ഉപയോഗിക്കാൻ യാതൊരു പ്രയാസമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഓരോ ഉപകരണങ്ങൾ വാങ്ങി പണം മുടക്കരുത്, പണം ചിലവാക്കരുത്. നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കാണാം 12 വർഷമായി. ഇവിടെ ഒരു പൊട്ടുണ്ട് എന്നുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ എൻ്റെ അനിയന് ഫുൾ വർക്ക് ഇതിലാണ് ചെയ്യൽ. പിന്നെ അതിപ്പോൾ ഈ ലാപ്പ് വാങ്ങിയതുകൊണ്ട് ഞാൻ കൊടുത്തത്. പിന്നെ ഈ മൊബൈൽ വെക്കുന്ന സാധനം മേശമൊക്കെ ഇങ്ങനെ മൊബൈൽ നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്. ഈ സാധനത്തിന് 150-190 എത്ര റേറ്റാണ്. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന 2 മൊബൈൽ, സാംസങ്ങിൻ്റെ A22, അതുപോലെ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത സാംസങ്ങിൻ്റെ A50s എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ. പിന്നെ ഒരു പവർ ബാങ്ക് ഉണ്ട്. ഇത് എത്ര ഇതിൻ്റെ കണക്കൊന്നും അറിയില്ല. ഞാൻ അധികം പവർ ബാങ്ക് ഞാൻ ഉപയോഗിക്കലില്ല. എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ചാർജ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ ആവശ്യം വരില്ല. മൊബൈൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള മൊബൈലുകളായതുകൊണ്ട്. പിന്നെ ഒരു കണ്ണട ഉണ്ട് കേട്ടോ. ഈ കണ്ണട ആൻറ്റി ഗ്ലെയർ കണ്ണടയാണ്. അതായത് ഒരുപാട് സമയം നമ്മൾ കമ്പ്യൂട്ടറിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ കണ്ണട വെക്കൽ കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ഒരുപാട് നേരം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ സ്ക്രീനിൽ വരുന്ന കണ്ണിൻ്റെ കാഴ്ചശക്തിയെ നഷ്ടപ്പെടുത്തുന്ന സാധനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഗ്ലെയർ കണ്ണട വേണമെന്ന് പറഞ്ഞാൽ കണ്ണട ഷോപ്പുകളിലൊക്കെ കുറച്ച് ലഭിക്കുന്നൊരു സാധനമാണ് ഈ കണ്ണട. അതുപോലെ പിന്നെ ഈ ഒരു മൈക്ക് വെക്കുന്ന സാധനം, പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ട്. ഇതിന് 600 രൂപ കേട്ടോ. അതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് എത്ര വർഷമായി മുഫിയ? അപ്പോൾ ഏകദേശം 12 വർഷമായി. 600 രൂപക്ക് വാങ്ങിയത്. 12 വർഷമായി ഈ സാധനം. ഒരു കേടില്ല. അഹൂജൻ്റെ ഞാൻ കോട്ടക്കെന്ന് വാങ്ങിയാണ്. കോട്ടക്കൊരു ചങ്കുവെട്ടിലൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. മറ്റൊരു സാധനമാണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആകണുള്ളൂ. ഇതൊക്കെ നമുക്ക് അത്രയും ഫയലുകൾ ഒരുപാട് കാലം സ്റ്റോറേജ് ചെയ്ത് വെക്കണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഇത് വാങ്ങിയത് എന്താ വെച്ചാൽ നമ്മൾ കുറേ വീഡിയോ ഷൂട്ട് ചെയ്യും. പിന്നെ നമ്മളെ ലാപ്പിൽ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ലാപ്പിൽ അത്രയും കാലം വെക്കുമ്പോൾ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രം വാങ്ങിയതാണ്. അത്യാവശ്യക്കാർ മാത്രം വാങ്ങിയാൽ മതി. ഇപ്പോൾ ഈ സാധനമൊക്കെ അങ്ങനെ തന്നെ വെറുതെ പിന്നെ ഞാനിപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് തന്നെ അറിയാം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഓല് മാസത്തിൽ ചിലപ്പോൾ 2 മൊബൈലൊക്കെ മാറ്റും. വർഷത്തിൽ 5-6 മൊബൈൽ മാറ്റുന്ന സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം. അത്യാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. ഞാനിപ്പോൾ എൻ്റെയൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഞാൻ 2 വർഷം മുന്നേ വാങ്ങിയതാണ്. സെക്കൻഡ് മൊബൈൽ വാങ്ങിയാണ് കേട്ടോ. 2.5 വർഷം മുന്നേ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ. ആ മൊബൈൽ ഞാൻ 2.5 വർഷം ഉപയോഗിച്ച് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ മൊബൈൽ കൊടുത്ത് വേറൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങി. കാരണം ആ മൊബൈലിന് പിന്നെ കുറേ കാലം ഉപയോഗിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യണ ചെറിയൊരു സംഭവം അതിൽ
കറക്റ്റ് ആവില്ലായിരുന്നു. നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് റെക്കോർഡ് ചെയ്യണ അത് സാംസങ്ങിൽ മാത്രമാണ് ആ ഒരു ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുതിയത് മൊബൈലൊന്നും വാങ്ങിയിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് മൊബൈൽ. അപ്പോൾ വെറുതെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൊബൈൽ വാങ്ങുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങുക, അങ്ങനെ ആയിരിക്കണം. അതായത് വെറുതെ കുറേ മൊബൈൽ മാറ്റി വെറുതെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങുക, അതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയാണിത്, പുതിയതൊന്നുമില്ല, സെക്കൻഡ് ഹാൻഡ്. അപ്പം നിങ്ങൾക്കൊക്കെ തോന്നും ഞാൻ വെറുതെ ഇങ്ങനെ പൈസ കുറേ സാധനമൊക്കെ വാങ്ങി, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ വളരെ അത്യാവശ്യം വരുന്ന സാധനങ്ങൾ ഇപ്പോൾ എത്ര വില ഉള്ളതാണെങ്കിലും നമ്മൾ വാങ്ങേണ്ടി വരും. പക്ഷേ വെറുതെ പൈസ കൊടുത്ത് മൊബൈൽ മാറ്റുക എന്നുള്ളതൊക്കെ ശരിക്കും ഒരു ധൂർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു റൂമാണ് ഞങ്ങളെ പഴയ വീട്ടിലെ റൂം. അത് നേരത്തെ ഒരു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അന്ന് ഇങ്ങനെ ഒന്നാവില്ല. അപ്പം നമ്മളത് കറുപ്പ് പെയിൻ്റൊക്കെ അടിച്ച് ഇവിടെ ഒരു കറുപ്പ് തുണിയൊക്കെ കെട്ടി നമ്മൾ വീഡിയോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സാധനങ്ങൾ വീഡിയോകൾ അത്രയും ക്വാളിറ്റിയും അത്രയും രസകരമായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടെ ഈ ഒരു സംവിധാനമൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നല്ല പൈസ മുടക്കിയിട്ടുണ്ടാകും. ഇത് നമുക്ക് ഫാൻസി കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ശീലമാണിത്. ഇതിന് മീറ്ററിന് 30 റുപ്യ, 22 റുപ്യ ആയിട്ടുള്ളൂ ഈ ശീലക്ക്. പിന്നെ ഇവിടെ പെയിൻറ്റ് നമ്മൾ വാട്ടർ പെയിൻറ്റ് വാങ്ങി നമ്മൾ തന്നെ അടിച്ചതാണ് ഈ പെയിൻ്റൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ലൈറ്റാണ്, എൻ്റെ അഞ്ചുണ്ടാക്കിയ ലൈറ്റുകളാണ് ഇതൊന്നും ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയൊന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും എൻ്റെ ബാഗിലിട്ട് പോകുന്ന ഒരു സാധനമാണ്, എക്സ്റ്റൻഷൻ ബോക്സ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിച്ചു പൈസ കൊടുത്ത് വാങ്ങിയാണ്, ഇത് പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, ഇതിൻ്റെ ഇപ്പം ഉണ്ടാക്കി തന്നാണ്. ഈ പീടികയിൽ വാങ്ങണമെങ്കിൽ ഇത്ര പ്ലഗുകൾ ഉണ്ടാവില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6 പ്ലഗ് ഉണ്ട്. ഇത്രയും ചെറിയ പെട്ടിയുമ്പോൾ 6 പ്ലഗുകൾ പീടികയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇപ്പം ഉണ്ടാക്കി തന്നുണ്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇനി ഇതെങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളെ വേറൊരു സിസ്റ്റം ഇരിക്കുന്നുണ്ട്, ഡെസ്ക്ടോപ്പ് സിസ്റ്റം. ഈ സിസ്റ്റം ഞാൻ ഇതിൻ്റെ മോണിറ്റർ സെക്കൻഡ് വാങ്ങിയാണ്, ഫ്രഷ് വാങ്ങിയല്ല, മോണിറ്റർ സെക്കൻഡ് ഹാൻഡ് മോണിറ്റർ വാങ്ങിയാണ്. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സാധനം ഇത് നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന 2 സ്പീക്കറുകളാണ്. വില ഉണ്ട്, അത്യാവശ്യം ആയതുകൊണ്ട് വാങ്ങിയത്. അതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം 7 കൊല്ലമായി. അപ്പം ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടന്നു പോകണോണ്ട് പിന്നെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു സാധനം ഇതിൻ്റെ മുകളിലുള്ള ഇത് വേറൊരു ഓഡിയോ ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഏകദേശം 12 കൊല്ലമായി. ഇപ്പോഴും യാതൊരു കേടുമില്ല, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഞാൻ 9,000 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇന്നിപ്പോൾ ഒരു 14,000 രൂപയ്ക്ക് വിലയുണ്ട് ഈ ഒരു സാധനത്തിന്. അതുപോലെ ഈ ഒരു മൈക്ക് സ്റ്റാൻഡ് കാണാം, ഇതിന് 650 റുപ്യക്ക് ഇതേപോലെ ഒരു 7 കൊല്ലം മുന്നേ വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു മൈക്ക് ഇതിനൊക്കെ 150 റുപ്യ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് വല്ല വില ഉള്ളതെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമുള്ളവർ മാത്രമേ വാങ്ങേണ്ട കാര്യമുള്ളൂ, അല്ലാതെ എല്ലാവരും കൂടി ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സാധനം 150 റുപ്യാണെന്ന് പറഞ്ഞില്ല. ഇത് എന്തിനാ അറിയാം, നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഭ എന്നൊക്കെ പറയുമ്പോൾ ആ എയർ ഇങ്ങോട്ട് തടഞ്ഞു നിർത്തി വോയിസ് മാത്രം ക്യാച്ച് ചെയ്യാനുള്ളൊരു പോപ്പപ്പ് ഫിൽറ്ററാണ് കേട്ടോ ഈ മുന്നിൽ കാണുന്നത്. ഏതായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് എന്താണ് അവസാനിപ്പിക്കുക. എന്തേ ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ തൗഫീഖ് തന്നെന്നെ സൗഭാഗ്യമാലെൻ്റെ സൗരഭ്യനൂറിനെ കാണുവാൻ തൗഫീഖ് തന്നെന്നെ സൗഭാഗ്യമാലെൻ്റെ സൗരഭ്യനൂറിനെ കാണുവാൻ ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. അപ്പോൾ ഇതുപോലത്തെ പാട്ടുകളെയും കേൾക്കണമെങ്കിൽ, പാട്ട് മാത്രം കേൾക്കണമെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്. NMS എന്ന് പറഞ്ഞ നമ്മളൊരു ചാനലുണ്ട്, നോൺ മ്യൂസിക് സോങ്സ്. അതായത് മ്യൂസിക് ഇല്ലാത്ത ഇതുപോലത്തെ മനോഹരമായ മദ്ഹ് ഗാനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തതാണ്. അത്യാവശ്യം പാട്ടുകളൊക്കെ അതിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലിങ്ക് താഴെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമ്മളെ Q&Aയിലുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ, അത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്കത് പൂർണ്ണമായി വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് ഈ ഒരു വീഡിയോ മാത്രം ഞാൻ ഈ ഒരു പാർട്ടാക്കി ചെയ്തതാണ്. മറ്റു ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചോദ്യം ചോദിച്ച എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.